ഒരിക്കലൊരിടത്ത് വളരെ സ്നേഹമുള്ള ഹൃദയമുള്ള ഒരാളുടെ ഹൃദയത്തിന് ചതിയുടെയും വഞ്ചനയുടെയും വലിയൊരു മുറിവുണ്ടായി. ചോര ഒലിപ്പിക്കുന്ന ഹൃദയമായിട്ട് അയാൾ ഇങ്ങനെ വഴിയരികിൽ കാത്തിരിക്കുകയാണ്. തന്റെ ഹൃദയം എന്തെങ്കിലും ഉണങ്ങും, ആരെങ്കിലും എനിക്കൊരാൾ കൂട്ടിന് വരും, ഈ മുറിവുകളെല്ലാം ഉണങ്ങി സന്തോഷവും സമാധാനം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ അയാൾ അങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ചോര ഒലിപ്പിക്കുന്ന ഹൃദയമായിട്ട് കാത്തിരിക്കുന്ന അയാളുടെ മുന്നിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വന്നു. എന്നിട്ട് അവള് പറഞ്ഞു, ഞാൻ ഈ ഹൃദയം തുന്നിത്തരാം, നിങ്ങളുടെ ഈ മുറിവ് ഉണങ്ങുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് കൂട്ടിയിരിക്കാം, നിങ്ങൾക്കത് വളരെ ആശ്വാസമാകും, ഞാൻ ഈ നിങ്ങളുടെ ഹൃദയം തുന്നട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾക്ക് ഭയങ്കര ആശ്വാസമായി. എന്റെ കാത്തിരിപ്പിനൊടുവില് ഒരു പെൺകുട്ടി കടന്നു വന്നിരിക്കുന്നു, ഇനി എന്റെ ഹൃദയത്തിന്റെ മുറിവുകളെല്ലാം ഉണങ്ങും, എന്റെ വേദനകളെല്ലാം അസ്തമിക്കും, എനിക്ക് സന്തോഷം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്റെ ഹൃദയം തുന്നാൻ വേണ്ടിയിട്ട് ആ പാവം മനുഷ്യൻ ഈ പെൺകുട്ടിക്ക് കൊടുത്തു. അങ്ങനെ ഈ പെൺകുട്ടി അയാളുടെ ഹൃദയം തുന്നാൻ തുടങ്ങി. പകുതി തുന്നിക്കഴിഞ്ഞപ്പം മറ്റൊന്നും പറയാതെ സൂചിയും നൂലും അങ്ങനെ തന്നെ അയാളുടെ മുറിഞ്ഞ ഹൃദയത്തിൽ അങ്ങനെ കുത്തി വെച്ചിട്ട് ഈ പെൺകുട്ടി അവിടെ നിന്ന് കടന്നുപോയി. അതോടെ എന്ത് സംഭവിച്ചു? പകുതി ഓപ്പൺ ആയ മുറിവ് ഒന്നുകൂടി വേദനിക്കാൻ തുടങ്ങി. പച്ച മാംസത്തിൽ സൂചി കുത്തിയിറങ്ങിയ വേദനയോടെ, വേദന കൊണ്ട് പുളഞ്ഞ് അയാൾ അവിടെ തന്നെ ഇരുന്നു. വീണ്ടും അയാൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്, എന്നെങ്കിലും ആ പോയ പെൺകുട്ടി തിരിച്ചു വരും, എന്റെ മുറിവുകളെല്ലാം തുന്നിച്ചേർക്കും, അപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്യാൻ പറ്റും, എന്റെ മുറിവുകളൊക്കെ ഉണങ്ങി എനിക്ക് സമാധാനവും സന്തോഷവും കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അയാൾ ഇങ്ങനെ അവിടെ കാത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അയാൾ എന്താണ് ചെയ്യേണ്ടത്? തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി അയാളുടെ മുറിവ് കംപ്ലീറ്റ് ആയിട്ട് തുന്നി കെട്ടണം, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആരെങ്കിലും സഹായം മേടിക്കണം. ഇതൊന്നും ചെയ്യാതെ അയാള് ആ പോയ പെൺകുട്ടി തിരിച്ചു വരും, എന്റെ മുറിവുകൾ തുന്നിച്ചേർത്ത് എന്നെ സുഖപ്പെടുത്തും, അന്ന് എന്റെ മുറിവും വേദനയും മാറും എന്ന പ്രതീക്ഷയോടെ അയാൾ അവിടെ ഇരിക്കുകയാണ്. അയാൾ അത് ചെയ്യാത്ത കൊണ്ടാണ് ഓരോ മണിക്കൂറും അയാളുടെ മുറിവ് നീറിപ്പുകഞ്ഞ് ഓരോ ദിവസവും അയാൾ വെന്ത് മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സൈക്കോളജിയിൽ ഇതിന് സൈഗർനിക് എഫക്റ്റ് എന്ന് പറയും. അതായത് ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആകാതെ പോയാൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു സൊല്യൂഷൻ, അതിന്റെ ക്ലോഷർ കിട്ടിയില്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ നീറി പുകഞ്ഞ് നീറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഭാര്യയും ഭർത്താവിന്റെ ഇടയ്ക്ക് ഭാര്യയെ ചീറ്റ് ചെയ്ത ഭർത്താവ് ഓടിപ്പോയി മറ്റൊരു സ്ത്രീയെ കണ്ടുപിടിച്ച് കുറെ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് അവളെ യൂസ് ചെയ്ത് അങ്ങനെ ജീവിക്കുകയാണെന്ന് നോക്കാം. അപ്പൊ ഭാര്യ ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ്, എന്റെ വേദന എന്തെങ്കിലും മനസ്സിലാക്കി ഭർത്താവ് തിരിച്ചു വരും, അപ്പൊ എന്റെ മുറിവുകൾ, മനസ്സിന്റെ മുറിവുകളെല്ലാം ഉണങ്ങും എന്നുള്ള പ്രതീക്ഷയിൽ ഭാര്യ ദിവസങ്ങൾ എണ്ണി നീറിപ്പുകഞ്ഞ് ജീവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ട കഥയിലെ പോലെ തന്നെ ഓപ്പൺ വൂണ്ടായിട്ട് ഭാര്യ ദിവസങ്ങൾ എണ്ണി കഴിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു മുറിവ് ഒരിക്കലും ഉണങ്ങാൻ പോകുന്നില്ല. ആ ഭർത്താവ് ഒരിക്കലും തിരിച്ചു വരാനോ ഈ ഭാര്യയുടെ ഈ ഒരു കാത്തിരിപ്പിനൊരു വിരാമം വരാനോ ഈ മുറിവ് ഉണങ്ങാനോ കഴിയുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആ മുറിവ് ഉണക്കാൻ വേണ്ടി കാത്തിരിക്കുകയല്ല വേണ്ടത്, നമ്മൾ ആ മുറിവ് ഉണക്കാനുള്ള മാർഗങ്ങൾ തേടുകയാണ് വേണ്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു, അല്ലെ ആ മുറിവ് മുറിഞ്ഞ ഹൃദയം തുന്നി കെട്ടാൻ വേണ്ടിയിട്ട് മറ്റാരുടെയെങ്കിലും ഹെൽപ്പ് മേടിക്കണമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അടുത്ത ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതേ രീതിയിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എന്ത് ദുഃഖമായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ദുഃഖമായിക്കോട്ടെ, ആ ദുഃഖം എന്തെങ്കിലും ഉണങ്ങും, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് സുഖപ്പെടുത്തും, അങ്ങനെ ഒരു തീരുമാനമായിട്ട് നമ്മൾ നീറി ഇരിക്കല്ല വേണ്ടത്. നമ്മളെ ഹീൽ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. ചുറ്റും ഒരുപാട് മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ കൂടി ഓപ്പൺ മൂഡായിട്ട് വെച്ചുകൊണ്ടിരിക്കാതെ എല്ലാത്തിനും ഒരു ക്ലോഷർ ഉണ്ടാക്കിയിട്ട് ആ മുറിവ് എത്രയും പെട്ടെന്ന് ഹീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. മുറിവുണ്ടാക്കി കടന്നു പോയവര് തന്നെ തിരികെ വന്ന് എന്റെ മുറിവ് തുന്നിക്കൂട്ടി എന്നെ സുഖപ്പെടുത്തും, ഉണക്കും എന്ന് വിചാരിച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തം ജീവിതത്തില്. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് പെട്ടെന്നൊരു ബ്രേക്കപ്പ് ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരു ഗോസ്റ്റിങ്, അല്ലെങ്കിൽ നോ കോണ്ടാക്ട്, അല്ലെങ്കിൽ ക്ലോഷർ ഇല്ലാതിരിക്കുക, ഇങ്ങനെയുള്ള പല സ്റ്റേജുകളിലേക്കൂടെ കടന്നു പോകുമ്പോൾ അത് അനുഭവിക്കുന്ന വ്യക്തിക്ക് വളരെയധികം മാനസിക വേദനകളും അവർ കടന്നു പോകുന്ന സ്റ്റേജ് വിവരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വേദന നിറഞ്ഞതുമായിരിക്കും. എങ്കിൽ പോലും നമ്മൾ ആ ഒരു വേദനയുമായിട്ട് ഈ മുറിവ് തുന്നിക്കൂട്ടാൻ വീണ്ടും ഉപേക്ഷിച്ചു പോയവർ വരും എന്ന് വിചാരിച്ചിരിക്കുന്നത് വളരെയധികം വിഡ്ഢിത്തമാണ്. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ മുറിവ് ഹീൽ ചെയ്യാനുള്ള മാർഗങ്ങൾ തേടുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഉചിതമായ മാർഗം. ഏറ്റവും വിശ്വസിച്ചവരിൽ നിന്നുണ്ടാകുന്ന മുറിവുകൾ ഏറ്റവും ആഴത്തിലായിരിക്കും അത് അനുഭവിക്കുന്ന വ്യക്തിയിലേക്ക് ഉണ്ടാക്കുന്ന മുറിവ്. എങ്കിൽ പോലും അത് ഓപ്പൺ ആയിട്ട് വെച്ചുകൊണ്ടിരിക്കാതെ അത് ക്ലോഷർ ചെയ്യാനുള്ള മാർഗങ്ങൾ തേടുക എന്നുള്ളതാണ് ഉചിതമായ തീരുമാനം.
ഹെൽപ്പ് വേണ്ടിയിടത്ത് നമ്മൾ ഹെൽപ്പ് തേടുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഏത് മാർഗമാണോ നമുക്ക് നമ്മുടെ മുറിവ് ഹീൽ ചെയ്യാൻ ഉപകരിക്കുക, ആ മാർഗങ്ങളെല്ലാം തേടുന്നതിൽ തെറ്റില്ല. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് തന്നെ പോകണം എന്നുള്ളതാണ് നമ്മുടെ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്ദേശം. അപ്പൊ ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് സെക്ഷനിലേക്ക് എഴുതിയിടൂ. ഇനി ഇതുപോലത്തെ കഥകളുമായിട്ട് ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് എന്നെ കാണണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ കഥകൾ കേൾക്കണമെങ്കിൽ, നിങ്ങൾ എന്തായാലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ മറക്കാതെ ഇപ്പൊ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. എനിക്ക് ലൈക്കും ഷെയറും കമന്റും വേണം. അപ്പൊ ശരി, ഇനി അടുത്ത ദിവസം നല്ലൊരു കഥയായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ സ്റ്റേ ഹെൽത്തി. ബൈ ബൈ.